പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇ.ഡി. അന്വേഷണം. കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ലാലി വിൻസെൻ്റ്, കേസിലെ പ്രധാന സൂത്രധാരൻ ആനന്ദകുമാർ, പ്രതി അനന്തു കൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായ റെയ്ഡ്. ഇന്ന് രാവിലെ 8 മണിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റെയ്ഡ് മണിക്കൂറുകളോളം തുടർന്നു. കേസിലെ പ്രതികളായ അനന്തു കൃഷ്ണൻ, സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ എന്നിവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വസതിയിലുമാണ് പരിശോധന നടന്നത്. മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്നും ലാലി വിൻസെന്റ് ലാഭവിഹിതം 46 ലക്ഷം രൂപ കൈപ്പറ്റുകയും കണ്ണൂരിൽ സ്കൂട്ടറിന് പണമടച്ചവരുടെ യോഗത്തിൽ അനന്തു കൃഷ്ണന്റെ കൂടെ ലാലി വിൻസെന്റ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ വീട്ടിലും ഓഫീസിലും തോന്നക്കല്ലിലെ സായി ഗ്രാമത്തിലുമാണ് റെയ്ഡ് നടന്നത്. പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്രയിലെ വീട്ടിലും 7-ാം മൈലിലെ ഓഫീസിലും നടന്ന പരിശോധനയും മണിക്കൂറുകൾ നീണ്ടു. 7-ാം മൈലിലെ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന NGO കേന്ദ്രീകരിച്ച് 64 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചാണ് അനന്തു പണം സമാഹരിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ്, ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ റെയ്ഡിൻ്റെ പ്രത്യേകത? കാരണം ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അത് സ്വാഭാവികമായും BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉൾപ്പെട്ട ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ വ്യാപകമായി നടന്ന തട്ടിപ്പാണ്. സ്വാഭാവികമായും EDയുടെ സാന്നിധ്യം തന്നെ വളരെ താമസിച്ചാണ് എത്തുന്നത്. കേരള പോലീസ്, സംസ്ഥാന പോലീസ് അതിൻ്റെ അന്വേഷണവുമായി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ആണ് ED അവിടെ എത്തുന്നത്. എന്തായാലും EDയുടെ ഇന്നത്തെ റെയ്ഡും അതിൻ്റെ പരിശോധനകളും എന്തൊക്കെയാണ് അവർക്ക് ലഭിച്ച ബോധ്യങ്ങൾ നമുക്കറിയുന്നത്? അജിംഷാദ്, ED പോലീസ് എഫ്ഐആറിനെ അടിസ്ഥാനമാക്കി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായാണ് സമഗ്രമായ പരിശോധനകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായ അനന്തു കൃഷ്ണൻ, പോലീസ് എഫ്ഐആറിൽ പ്രധാനപ്പെട്ട പ്രതിയായ അനന്തു കൃഷ്ണൻ്റെ സ്ഥാപനത്തിലും വീട്ടിലുമൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നുണ്ട്. ഒപ്പം ഈ അനന്തകൃഷ്ണനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ NGO കോൺഫെഡറേഷൻ്റെ ആജീവനാന്ത ചെയർമാനായ ആനന്ദകുമാറിൻ്റെ വസതിയിലും ഓഫീസിലും സായി ഗ്രാമത്തിലുമൊക്കെ റെയ്ഡുണ്ട്. അതോടൊപ്പമാണ് കൊച്ചിയിൽ അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിൻ്റെ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിൻ്റെ വസതിയിലും ED റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ തുടങ്ങിയ റെയ്ഡാണ് ഏതാണ്ട് 9 മണിക്കൂറാകാൻ പോകുന്നു. ഇപ്പോഴും ED ഉദ്യോഗസ്ഥർ ലാലി വിൻസെൻറ്റിൻ്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പരിശോധനകൾ തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ലാലി വിൻസെൻറ്റിൻ്റെ പ്രധാനമായും ഉയർന്നു കേട്ട ഒരു ആരോപണം 46 ലക്ഷം രൂപ ഈ അനന്തു കൃഷ്ണനിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ്. ഈ പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ അനന്തു കൃഷ്ണനിൽ പല സമയത്തായി 46 ലക്ഷം രൂപ കൈപ്പറ്റി. ഇത് നിയമപരമായാണോ, അല്ലെങ്കിൽ ഇത് ഈ തട്ടിപ്പ് പണം അതിൻ്റെ പങ്ക് പറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് വളരെ വിശദമായ പരിശോധന നടക്കുന്നത്. നേരത്തെ ലാലി വിൻസെൻ്റ് തന്നെ വിശദീകരിച്ചത് ഈ പല ഘട്ടങ്ങളിലായി കൈപ്പറ്റിയതാണ്. അത് നിയമസഹായം നൽകിയ വകയിലാണ് ആ പണം കൈപ്പറ്റിയത് എന്നാണ് ലാലി വിൻസെൻ്റ് വിശദീകരിക്കുന്നത്. ഏതാണ്ട് 5 വർഷത്തോളമായി അനന്തു കൃഷ്ണൻ്റെ അഭിഭാഷകയാണ് ലാലി വിൻസെൻ്റ്. അതുകൊണ്ട് ആ നിലയിൽ സ്വീകരിച്ച കൈപ്പറ്റിയ തുകയാണ് എന്നാണ് ലാലി വിൻസെൻ്റ് വിശദീകരിച്ചത്. അക്കാര്യം ശരിയാണോ എന്നതുമായി ബന്ധപ്പെട്ടൊരു ക്രോസ് ചെക്കിംഗ് EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ തന്നെയാണ് ആനന്ദകുമാറിനെതിരെ ഉയർന്ന ആരോപണവും അങ്ങനെ തന്നെയായിരുന്നു. കാരണം NGO കോൺഫെഡറേഷൻ്റെ ആജീവനാന്ത ചെയർമാനാണ്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്യാൻ അനന്തു കൃഷ്ണനെ ചുമതലപ്പെടുത്തിയത് ആനന്ദകുമാറാണ്. സംസ്ഥാന വ്യാപകമായി നടന്ന ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി 500 കോടിക്ക് മുകളിൽ രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പങ്ക് ആനന്ദകുമാറിലും എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും ED പരിശോധന നടത്തുകയാണ്. റിട്ടയർഡ് ജഡ്ജിക്ക് എതിരായിട്ടുള്ള ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഭിഭാഷകർ ഒന്നായി നിയമപരമായി നീങ്ങുന്ന ഒരു ഘട്ടം കൂടി നാം കണ്ടിരുന്നല്ലോ ഇന്ന്. അതെ, അത് നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ ആനന്ദകുമാറിനെ കരുതിയാണ് അത്തരത്തിൽ ഇതിൻ്റെ ഭാഗമായത്. അപ്പോഴും ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ മാത്രമാണ് താൻ പ്രവർത്തിച്ചത്. ഇതുവരെ അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലോ യോഗങ്ങളിലോ ഒന്നും താൻ പങ്കെടുത്തിട്ടില്ല.
ആനന്ദകുമാർ വർഷങ്ങളായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘടന ഇത്തരത്തിലൊരു തട്ടിപ്പിൻ്റെ ഭാഗമാവും, ഇത്തരം രീതിയിലൊരു അധപ്പതിക്കും എന്ന് കരുതിയില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിലാണ് ആനന്ദകുമാർ. മാത്രമല്ല, കോതമംഗലത്തടക്കം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആനന്ദകുമാറിനെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. ലാലി വിൻസെൻ്റ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7ാം പ്രതിയാണ്. അങ്ങനെ പോലീസിൻ്റെ എഫ്ഐആറുകളിൽ ഇവരൊക്കെ പ്രതിയാണ്. ഈ എഫ്ഐആറുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ടാണ് 3ാം പ്രതിയല്ലേ പോലീസിൻ്റെ എടുത്ത കേസുകളുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ അദ്ദേഹവുമായ ഒരു സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആരോപണം ഇതുവരെ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ആ നിലയിലേക്ക് കടന്നിട്ടില്ല. നിലവിൽ ഏറ്റവും സംശയത്തിൻ്റെ നിഴലായത് ഈ 3 പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ED ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ ഓഫീസുകളിലും വീടുകളിലും ഒക്കെ പരിശോധന നടത്തുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ്.